ഗായ്സ്, നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാം +2 കുട്ടികളുടെ കമൻറ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മെയിൻ സോഷ്യൽ മീഡിയ പേജ്, അതേപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ FB പേജ്, ഇൻസ്റ്റാഗ്രാം പേജ്, മുഖ്യമന്ത്രിയുടെ പേജ്, അതുപോലെ നമ്മുടെ യൂട്യൂബിലുള്ള മെയിൻ ന്യൂസ് ചാനൽസ്, ഇതിലൊക്കെ ഫുള്ള് +2 പിള്ളേർ വന്ന് കമൻറ്റ് ഇട്ട് തകർക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ മെയിൻ എക്സാം, നമ്മുടെ സ്റ്റേറ്റ് സിലബസിൻ്റെ മെയിൻ എക്സാം, അതിൽ വന്നിട്ടുള്ള +2ൻ്റെ ചോദ്യ പേപ്പർ ഭയങ്കര ടഫായിരുന്നു. വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കുട്ടികൾക്ക് ഒരു രീതിയിലും ചെറിയ ക്വസ്റ്റ്യൻസിന് പോലും ആൻസർ എഴുതാൻ പറ്റാത്ത രീതിയിലുള്ള, അല്ലെങ്കിൽ മനസ്സിലാകാൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മുടെ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ എഴുതിയ ഫിസിക്സ് പരീക്ഷകളിൽ ഏറ്റവും എളുപ്പമുള്ളൊരു പരീക്ഷയായിരുന്നു ഇത്. പറയാതിരിക്കാൻ വയ്യ. എന്നുവെച്ചാൽ അടിപൊളി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. വിദ്യാർത്ഥികളുടെ മനസ്സറിഞ്ഞ് ഏതോ ഒരു മഹത്വക്തി ഇട്ടൊരു ക്വസ്റ്റ്യനാണ്. ഓരോ ക്വസ്റ്റ്യനും മനസ്സറിഞ്ഞിട്ട ക്വസ്റ്റ്യൻസാണ്. മോഡൽ എക്സാമിന് ഈ സാധനം ഇട്ടിട്ടാണ് ഫൈനൽ എക്സാമിന് അവർ ഇതിട്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ വയ്യ. വലിയ ഈസി എക്സാം. പയ്യൻ പറയുന്നത് കേട്ടോ, അവൻ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണിക്കുന്നുണ്ട്. ഫിസിക്സ് പരീക്ഷയുടെ കാര്യമാണ് അവൻ പറയുന്നത്. മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യന് ഈ ഒരു രീതിയിൽ ഇട്ടിട്ട് മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അവൻ കാണിക്കുകയാണ്. അത്രയ്ക്ക് മൈൻഡ് അപ്സെറ്റ് ആയിട്ടാണ് പയ്യൻ സംസാരിക്കുന്നത് തന്നെ. അതവൻ്റെ ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ അത്രയ്ക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത്. കാരണം മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മോഡൽ എക്സാം എന്ന് പറയുന്നതൊരു പ്രിപ്പറേഷനാണ്, മെയിൻ എക്സാമിലേക്കുള്ളൊരു പ്രിപ്പറേഷനാണ്. അപ്പോൾ ആ ഒരു മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും മെയിൻ എക്സാമിന് എന്താണ് ചോദിക്കാൻ പോകുന്നത്, ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം എന്നൊക്കെയുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒന്നുകൂടെ പ്രിപ്പയർ ആകും. ഓൾറെഡി നമ്മൾ ട്യൂഷനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിലും സ്കൂളിലൊക്കെ ഉള്ള കാര്യങ്ങൾ റിവേഴ്സ് ചെയ്യുന്നെങ്കിലും വീണ്ടും നമ്മൾ ഒന്നുകൂടെ ഒന്ന് പ്രിപ്പയർ ആവും. പക്ഷേ ഈ പ്രിപ്പയർ ആയിട്ട് വന്ന കുട്ടികൾക്ക്, അതായത് മോഡൽ എക്സാം ഇത്രയും ഈസി ആയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ചെറിയൊരു രീതിയിൽ ടഫ് ആയിക്കോട്ടെ, പ്രോബ്ലം ഇല്ല, മോഡൽ എക്സാമിൽ വരുന്നതിൻ്റെ ഒരു ഏകദേശ പതിപ്പാണ് നമുക്ക് മെയിൻ എക്സാമിൽ വരുന്നതെന്ന് പറയാം. പക്ഷേ ഇത് ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ് കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ചെറിയ ക്വസ്റ്റ്യൻസിന് പോലും അവർക്ക് ആൻസർ എഴുതാൻ പറ്റുന്നില്ല. അതാണ് പയ്യൻ പറയുന്നത്. ഇപ്പം അവൻ അത്രയും സ്ട്രഗിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ചെറിയ ക്വസ്റ്റ്യൻസ്, അതായത് ഇൻഡയറക്റ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് വേണമെന്നില്ല, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, എന്നിരുന്നാൽ പോലും ആ ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് പോലും പ്രോപ്പറായിട്ട് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പം നമുക്ക് ഇൻഡയറക്റ്റ് ആണെങ്കിലും ഒന്ന് കാണുമ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് തിങ്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും, ഓ ഇതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു എക്സാമിൻ്റെ കാര്യത്തിൽ കുട്ടികൾക്ക് ഒരു രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. വളരെ പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയായിപ്പോയി പിള്ളേരെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ എന്തായാലും അവൻ തന്നെ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫിസിക്സിനെയാണ് പറഞ്ഞത്, അവൻ കെമിസ്ട്രിയുടെ പറയുന്നുണ്ട്. സോ അതുകൂടെ ഒന്ന് കാണിക്കാം. +2ൻ്റെ കെമിസ്ട്രി എക്സാം എഴുതിയിട്ട് വരുന്ന വഴിയാണ്. ഫിസിക്സ് പാടായിരുന്നു, അതുകൊണ്ടായിരിക്കും അവർ കെമിസ്ട്രി ഈസി ആക്കിയത്. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ തോന്നി ഫിസിക്സ് പാടായതുകൊണ്ട് പിള്ളേർ എഴുതിക്കോട്ടെ എന്നൊക്കെ വെച്ചിട്ടാണ് അവർ കെമിസ്ട്രി ഇത്ര ഈസി ആക്കി തന്നത്. എല്ലാം എഴുതിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ എല്ലാം. ഫിസിക്സിൻ്റെ എക്സാം എഴുതി കഴിഞ്ഞിട്ട് അവൻ കെമിസ്ട്രിയുടെ എക്സാം എഴുതി കഴിഞ്ഞിട്ടുള്ള ഒരു അനുഭവമാണ് പറയുന്നത്. അതിലും അവൻ പറയുന്നത് സെയിം ഇതേപോലെ തന്നെ, ഒരു ഡിഫറൻസും ഇല്ല. അതേപോലെ തന്നെയാണ് ഈ ഒരു കെമിസ്ട്രിയുടെ എക്സാമിൻ്റെ കാര്യത്തിലും ഇവർ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഒരു രീതിയിലും മനസ്സിലാക്കാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ആണെന്നാണ് പയ്യൻ പറയുന്നത്. ഈ ഒരു വീഡിയോയിലും സെയിം അവൻ അതേ ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. സോ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത്രയ്ക്ക് ടഫായിരിക്കാം ക്വസ്റ്റ്യൻസ്. കാരണം ഇപ്പോൾ ഞാനിവിടെ ഇരുന്ന് വീഡിയോ ഇടുമ്പോഴത്തേക്കും എനിക്ക് ഈ കുട്ടികൾ പറഞ്ഞിട്ടുള്ള ആ ഒരു അറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എഴുതിയ കുട്ടികളുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കൊറോണയൊക്കെ വന്ന ടൈമിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് പെട്ടെന്ന് തീരുമാനമെടുത്ത് ഇതുപോലെ വീട്ടിലിരുന്നിട്ട് ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക, അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോയത്. അപ്പോൾ ഈ ഒരു കൊറോണ ടൈമിൽ അത്രയും നമുക്ക് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ആ ടൈമിൽ ആ ഒരു ചോദ്യ പേപ്പറിൻ്റെ ആ ഒരു മൂല്യനിർണ്ണയമോ അല്ലെങ്കിൽ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ കുറച്ച് ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ന്യൂസിൽ വന്ന കാര്യങ്ങൾ വെച്ചിട്ട് നോക്കുമ്പോഴും കുട്ടികളോട് ചോദിക്കുമ്പോഴൊക്കെ ആ ഒരു രീതിയിലാണ് പോയത്. ആ ടൈമിൽ പാസ്സായ കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് A+ കാര്യങ്ങളൊക്കെ നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ശരിക്കും എക്സാം എഴുതാത്ത കുട്ടികൾ പോലും പാസ്സായി എന്നുള്ള രീതിയിലുള്ള ടോക്കൊക്കെ വന്നിട്ടുണ്ട്. സത്യമാണ്, ഗവൺമെൻറ് ഭാഗത്തുനിന്നും കുറേ കുട്ടികളെയൊക്കെ ആ ടൈമിൽ ആ ഒരു സിറ്റുവേഷനൊക്കെ കാരണം കുറേ പേരെ ജയിപ്പിച്ചൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ട്രോളുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. റോഡിൽ പശുവിനെ പുല്ല് തിരിക്കാൻ പോയാൽ വരെ എക്സാം പാസ്സായി എന്നുള്ള രീതിയിലുള്ള ട്രോളുകളൊക്കെ നമ്മൾ കണ്ടതാണ്. എക്സാം നല്ല രീതിയിൽ എഴുതാത്ത ആൾക്കാർക്ക് പോലും മാർക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ആ ഒരു വിവാദങ്ങൾ കാരണം
വീണ്ടും പാറ്റേൺ ഒക്കെ കുറച്ച് മോഡിഫൈ ചെയ്തിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്യുന്നത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ രീതിയാണ്. ഇപ്പം ഒരുപാട് ഓൺലൈൻ സൈറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷനുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ പഴയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മെത്തേഡും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് കുട്ടികളെ പ്രിപ്പയർ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു മെത്തേഡിൽ ഫോളോ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഒരു രീതിയിലും ഇപ്പോൾ എന്തിൻ്റെ പേരിലാണെങ്കിലും, ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് ഈ രീതിയിലുള്ളൊരു പണി കൊടുത്തത് ശരിയായില്ല. കാരണം ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ഒരു മോഡൽ എക്സാം ഈസി ആയിട്ട് കൊടുത്തിട്ട് അതിൽ നിന്നും ഓപ്പോസിറ്റായിട്ട് ഒരു രീതിയിലും കുട്ടികൾക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരുടെ ഭാവിയെയാണ് നിങ്ങൾ ചോദ്യചിഹ്നത്തിൽ നിർത്തുന്നത്. ഓക്കെ, ഫിസിക്സ് എക്സാമിൻ്റെ പാറ്റേൺ മാറ്റി എന്ന് നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ ഇനിയുള്ള എക്സാമിന് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും. പക്ഷെ അതിനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ ഫുൾ ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ബാക്കി ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ ഭയങ്കര ഡീഗ്രേഡിങ്ങും കോൺഫിഡൻസും ഒക്കെ പോയി. വാരിക്കോരി A+ നൽകുന്ന പരിപാടികൾ അവസാനിപ്പിക്കും, അന്താരാഷ്ട്ര തലത്തിൽ വിദ്യാർത്ഥികളെ പരീക്ഷകൾ എഴുതാൻ സജ്ജമാക്കും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ആവിഷ്കരിക്കാൻ വെച്ചിരുന്ന പദ്ധതികൾ. മാറ്റങ്ങളൊക്കെ നല്ലത് തന്നെ. എന്തായാലും +2 വിദ്യാർത്ഥികളെ ആകെ വിയർപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷകൾ. +2 ബോട്ടണി, കെമിസ്ട്രി, ഫിസിക്സ്, കൊമേഴ്സ് വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകൾക്കെതിരെയാണ് പരാതി. മോഡൽ പരീക്ഷകളുടെ മാതൃകയിലുള്ള ഒരു ചോദ്യം പോലും ഉണ്ടായിരുന്നില്ല. ആദ്യ ഭാഗങ്ങളിലെ 1 മാർക്കും 2 മാർക്കും അടങ്ങിയ ചോദ്യങ്ങൾ ആകെ കുഴപ്പിച്ചു. അവസാന ഭാഗത്തെ ചോദ്യത്തിന്റെ ഉപചോദ്യങ്ങളിൽ 2 എണ്ണം എഴുതി കഴിഞ്ഞാൽ 2 എണ്ണം അറിയാത്ത അവസ്ഥ. ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒരു ചോദ്യത്തിന് പോലും കൃത്യമായി ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല തുടങ്ങി ചോദ്യപേപ്പറുകൾക്കെതിരെ പരാതി പ്രവാഹം. ഫിസിക്സ് 14 ചാപ്റ്ററും പഠിച്ച് പ്രീവിയസ് ഇയറും നോക്കിപ്പോയ ഒരാൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ശരിക്കും നല്ല വിഷമമായി കണ്ടപ്പോൾ, പഠിച്ചതുള്ളതും കൂടെ മറന്നുപോയി കണ്ടപ്പോൾ. അങ്ങനെ സത്യം പറഞ്ഞാൽ ഫിസിക്സിൻ്റെ മോഡൽ ഭയങ്കര എളുപ്പമായിരുന്നു. ഇപ്പോൾ ഈ ബോർഡ് എക്സാമിൻ്റെ പാറ്റേൺ മാറ്റുവാണെങ്കിൽ ഈ മോഡൽ എക്സാം ആ രീതിക്ക് ആക്കിയ എന്താ, ഈ മോഡൽ ഭയങ്കര എളുപ്പം തന്നിട്ട് ബോർഡ് എക്സാമിന് വേറൊരു പാറ്റേൺ ആണ് അവർ തന്നെ. അപ്പോൾ ഈ മോഡൽ എക്സാമിൻ്റെ ഒരു ആവശ്യകത അവിടെ ഇല്ല. ഇതുപോലത്തെ ഒരു പാറ്റേൺ ആയിരുന്നു നേരത്തെ ഒരു സാമ്പിളായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇത്തിരി കൂടി പ്രിപ്പയർ ആവായിരുന്നു. 40% ചോദ്യങ്ങൾ ലളിതമായിരിക്കണമെന്നതും അടുത്ത 40% ശരാശരി നിലവാരമുള്ളതും ബാക്കി 20% കഠിനമായിരിക്കണമെന്ന ചോദ്യകർത്താവിന്റെ വാശിയാണ് പ്രകടമായതെന്ന് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഇന്റർനാഷണൽ ലെവലിലേക്ക് നമ്മുടെ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റവും അതുപോലെ നമ്മുടെ ഒരു പരീക്ഷാ പാറ്റേണും ഒക്കെ മാറ്റാൻ വേണ്ടി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മണ്ടനായ വിദ്യാഭ്യാസ മന്ത്രി കാണിച്ച പരിപാടിയാണ് ഇതെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ആദ്യം ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റണമെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എക്സാമിൻ്റെ ആ ഒരു പാറ്റേണോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ മാറ്റണമെങ്കിൽ നിങ്ങൾ ആദ്യം താഴെ തട്ടിന്ന് കുട്ടികൾക്ക് പരിശീലനം കൊടുക്കണം. പെട്ടെന്ന് വന്നിട്ട് കുട്ടികളോട് നിങ്ങൾ ആ ഒരു വേറെ ലെവലിലേക്ക് മാറണം, അല്ലെങ്കിൽ ഒരു CBSE ലെവലിലേക്ക് അല്ലെങ്കിൽ വേറൊരു രീതിയിലേക്ക് നിങ്ങളുടെ ആ ഒരു എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പോകുകയെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാനും കേരള സിലബസിൽ പഠിച്ച ആളാണ്. എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ളൊരു ക്വാളിറ്റി ഓഫ് ട്രെയിനിങ് നമ്മുടെ സ്റ്റാഫ്സിനൊന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ ടീച്ചേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്കാണെങ്കിലും ഒന്നും അത് കിട്ടിയിട്ടില്ല. നമുക്ക് അവർ പഠിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. ഞാൻ ഒരിക്കലും നമ്മുടെ CBSE ആയിട്ട് കമ്പയർ ചെയ്തിട്ട് അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് അത്ര നിലവാരമില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഇൻ്റർനാഷണൽ ലെവലിലോട്ട് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ആൾക്കാരൊന്നും ഇന്ന് നമ്മുടെ നാട്ടിൽ അധികം ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇമാതിരി പോക്രത്തരം കാണിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പ്രതികരിക്കായിരിക്കും. മാത്രമല്ല അവരുടെ രക്ഷിതാക്കളും അതേപോലെ തന്നെ അവരെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഉൾപ്പെടെ അവർ പോലും പറയുന്നുണ്ട്, ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് പോലും കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഉൾട്ടാ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ കൊടുത്തത്. അപ്പോൾ കുട്ടികൾ എങ്ങനെ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യും? പെട്ടെന്ന് കുട്ടികൾക്ക് ഈ ഒരു മോഡൽ പരീക്ഷാ പേപ്പർ ഈസി ആയിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് അതിലും ടഫായിട്ട് ഒരു സാധനം കൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ അത് മുൻകൂട്ടി നിങ്ങൾ പറയണം, ഇങ്ങനെയാണ് എക്സാം വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചോദ്യപേപ്പർ നമ്മൾ അസൈൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ഇൻഫർമേഷൻ കുട്ടികൾക്ക് ഏതെങ്കിലും രീതിയിൽ കൊടുക്കണം. അത് മോഡൽ എക്സാമിൻ്റെ രീതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇൻഫർമേഷൻ കൊടുത്താലേ കുട്ടികൾക്ക് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഇതിൽ തെറ്റുകാർ. വിദ്യാഭ്യാസ മന്ത്രിയും അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റും തന്നെയാണ് ഇതിൽ തെറ്റുകാർ. കെമിസ്ട്രി ടഫായപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് മാത്സ് വരുമ്പോഴേക്കും ഓൾറെഡി മനസ്സിൽ അവർക്ക് പേടി കയറി, ഇനി എങ്ങനെയായിരിക്കും അടുത്ത പരീക്ഷ. അപ്പോൾ അത് അവരുടെ പ്രിപ്പറേഷന് നന്നായിട്ട് ബാധിക്കുന്നുണ്ട് എന്നാണ് പറയാനുള്ളത്. എക്സാമിന് ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാൻ വന്നപ്പോൾ ആ പാടെ വളരെ ഗ്ലൂമിയായിട്ട് നിൽക്കുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കുന്നതിലുള്ള ക്വസ്റ്റ്യനല്ല വന്നിരിക്കുന്നത്, ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആരൊക്കെയോ പരീക്ഷിച്ചിട്ട് പോയ ക്വസ്റ്റ്യനാണ് ഇട്ടിരിക്കുന്നത്. ഡയറക്റ്റ് ആയാലും ഇൻഡയറക്റ്റ് ആയാലും ഒന്നും മനസ്സിലാകുന്നില്ല.
വരാനിരിക്കുന്ന ഗണിത പരീക്ഷയും ബുദ്ധിമുട്ടാകുമെന്ന അങ്കലാപ്പിലാണ് വിദ്യാർത്ഥികൾ. മൂല്യനിർണ്ണയത്തിൽ ഇളവുണ്ടായില്ലെങ്കിൽ പരീക്ഷയിൽ പരാജയപ്പെടുമെന്ന ഭയവും വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നു. മിസ് തുടങ്ങിയപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും കുഴപ്പമുണ്ടായില്ല. പക്ഷേ 2 മാർക്ക് എത്തിയപ്പോൾ കുറേ ആലോചിക്കേണ്ടി വന്നു. അങ്ങനെ കുറേ ആലോചിച്ച് സമയം കുറേ പോകേണ്ടി. പിന്നെ മാത്സ് ദ ഫോളോയിങ് ആയപ്പോഴും കുറേ അത്യാവശ്യം ആലോചിക്കേണ്ടി വന്നു. അങ്ങനെ 8 മാർക്ക് എഴുതിയപ്പോൾ അധികം എഴുതാൻ പറ്റിയില്ല. 1 മാർക്കും 2 മാർക്കും ഒന്നും എഴുതാൻ പറ്റിയില്ല. കുറേ നേരം ആലോചിച്ചിട്ടൊക്കെയാണ് ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലായത്. പിന്നെ അറിയാൻ പാടാത്തത് വിട്ട് അറിഞ്ഞതൊക്കെ എഴുതി. മാത്സ് നല്ല പേടിയുണ്ട്. ഇനി വരുന്ന പാറ്റേൺ എങ്ങനത്തെ പാറ്റേൺ ആയിരിക്കും നല്ല പേടിയുണ്ട്. ഇളവുണ്ടാവാൻ താല്പര്യമുണ്ട്, ലിബറലാക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്. വളരെ നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്തു. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എല്ലാം നോക്കിയിട്ട് പോയ കുട്ടി പരീക്ഷാ ഹാളിൽ ചെന്ന് കഴിയുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അവളുടെ ആത്മവിശ്വാസം ചോരുന്ന രീതിയിലാണ്. ബോർഡ് എക്സാമിൻ്റെ അതേ രീതിയിലുള്ള ഒരു പാറ്റേൺ കൊടുക്കുക എന്നുള്ളതാണ് മോഡൽ എക്സാം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് അതുമായിട്ട് യാതൊരു ഇതുമില്ല. ഒരു പരീക്ഷ കഴിയുമ്പം അടുത്ത പരീക്ഷ എങ്ങനെ ആവും എന്നുള്ള പേടിയിലാണ്. ഇപ്പം മാത്സിനെ കുറിച്ച് പേടിച്ചാണ് ഇരിക്കുന്നത്. ബയോമാത്സ് ആണ് മോളെടുത്തിരിക്കുന്നത്. പരീക്ഷയുടെ പാറ്റേൺ, ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്ന് ഒരു ചെറിയ ക്ലൂ എങ്കിലും അവർക്ക് മോഡൽ എക്സാം നടത്തിയപ്പോൾ കൊടുത്തിരുന്നെങ്കിൽ കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്യാമായിരുന്നു. അതിനനുസരിച്ച് കെമിസ്ട്രിയിലാണെങ്കിൽ ഇൻഓർഗാനിക് കെമിസ്ട്രി ചോദിച്ചിരിക്കുന്ന ആ പ്രോബ്ലം ആൻസേഴ്സ് കിട്ടണ്ട, അതിൻ്റെ പോലും കുട്ടികൾക്ക് അത് ആൻസർ ഒന്നും കിട്ടാത്ത രീതിയിലുള്ള വളരെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള. പിന്നെ ഇതിൽ പറയുന്നുണ്ട് മൂല്യനിർണ്ണയത്തിൽ എന്തെങ്കിലും ഇളവ് വരുത്തി കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷ ഉണ്ടെന്ന്. എന്ത് പ്രതീക്ഷയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന പോലെ ഒരു രീതിയിലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം കുട്ടികൾക്ക് എഴുതാൻ പറ്റണ്ടേ? എന്തെങ്കിലും പേപ്പറിൽ എഴുതി വെച്ചാലല്ലേ പിള്ളേർക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഈ ഒരു ഇത്രയും വലിയൊരു ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോഴത്തേക്കും അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കും അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു സിസ്റ്റത്തിനും കൊടുക്കണം. ടീച്ചർമാർ വന്ന് പഠിപ്പിക്കുന്ന ആ രീതിയിൽ തന്നെയല്ലേ കുട്ടികൾക്ക് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യത്തിലൊന്നും ബന്ധമില്ലാത്ത രീതിയിൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴത്തേക്കും കുട്ടികൾ എഴുതി വെക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചുകൂടെ? ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല. ചില കുട്ടികൾ, പഠിച്ച കുട്ടികൾക്ക് പോലും ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പം ഒട്ടും ഈ പറഞ്ഞ പോലെ ബിലോ ആവറേജിന് താഴെ നിൽക്കുന്ന കുട്ടികൾ എന്തായിരിക്കും പേപ്പറിൽ എഴുതി വെച്ചിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കുക അവരുടെ അവസ്ഥ. അപ്പോൾ ഇതിൽ ഇളവ് വരുത്തിയിട്ട് എന്തായിരിക്കും നേടാൻ പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു കാര്യം ആലോചിച്ചിട്ട് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ലൈഫിൻ്റെ ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ് ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതും. പിന്നെ നമ്മുടെ ലൈഫിലൊരു സക്സസ് ആയിട്ടുള്ളൊരു നമ്മുടെ ലൈഫിൻ്റെ ഒരു സക്സസ് പാർട്ട് തന്നെയാണ് നമ്മുടെ ഒരു +2 എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ 10ാം ക്ലാസ് എന്നൊക്കെ പറയുന്നത്. എന്ന് വെച്ചിട്ട് അത് മാത്രമല്ല നമ്മുടെ ലൈഫ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് എനിക്ക് പേഴ്സണൽ ഒപ്പീനിയനാണ്, ഈ ഒരു വലിയ മാർക്ക് വാങ്ങിക്കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. +2-ൽ വലിയ മാർക്ക് വാങ്ങിക്കൂട്ടിയ ആൾക്കാർ പോലും എങ്ങും എത്തിപ്പെടാത്ത അവസ്ഥകൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഫ്യൂച്ചറിൽ എങ്ങും എത്തിപ്പെടാത്തൊരവസ്ഥ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ആ ഒരു ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ കുറേ ആൾക്കാരിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ, സോഷ്യൽ മീഡിയ വഴി ഏണിങ്സ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ പല പല ഫീൽഡിൽ പോയിട്ട് ഏണിങ്സ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ ഒരു +2-ലെ മാർക്ക് വെച്ചിട്ട് ഫ്യൂച്ചറിൽ വേറെ എവിടെയെങ്കിലും പഠിക്കാൻ പോകുമ്പോഴത്തേക്കും അവിടെ ഇവിടത്തെക്കാട്ടി മാർക്ക് കുറഞ്ഞിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾ ആലോചിച്ച് പേടിക്കേണ്ട. ഇത് കൂളായിട്ട് എടുക്കുക. ചില ആൾക്കാരുണ്ട്, ചില കുട്ടികളുണ്ട് +2-ന് അയ്യോ മാർക്ക് കുറഞ്ഞു പോയി, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്, എന്തെങ്കിലും കാണിക്കും, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അവരോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഈ ഒരു എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ +2 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ആലോചിച്ചിട്ട് നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുക. അങ്ങനെ വൺസ് എന്തെങ്കിലും റിസൾട്ട് വരുമ്പോഴത്തേക്ക് ഇതുപോലെ ആരെങ്കിലും തോറ്റു പോവുകയോ എന്തെങ്കിലും ചെയ്യുകയാണെന്ന് മാർക്ക് കുറഞ്ഞതിന് മാർക്ക് കുറയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആരും പോയിട്ട് ഇങ്ങനെയുള്ള പരിപാടി ഒന്നും കാണിക്കാതിരിക്കുക. ചില കുട്ടികളുണ്ട് മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞ്, ചിലപ്പോൾ 5 മാർക്കോ 10 മാർക്കോ ഒക്കെ കുറഞ്ഞെന്ന് പറഞ്ഞ് പോയി ആത്മഹത്യ ചെയ്യുന്ന പിള്ളേരൊക്കെ ഉണ്ട്, ഇത് കരയുന്ന പിള്ളേരുണ്ട്. അപ്പോൾ അവർ ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നില്ല, അവരുടെ ഒരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ അതിലോട്ടുള്ളൊരു ഡെഡിക്കേഷൻ അത്ര ഉള്ളതുകൊണ്ടാണ് അവർ ആ ഒരു പെട്ടെന്ന് വിഷമം വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾ വിഷമിക്കാതിരിക്കുക. ഗവൺമെൻറ്റിനോട് എനിക്ക് പറയാനുള്ളത്, എന്ത് മൂഞ്ചിയ പരിപാടിയാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ളൊരു സൊല്യൂഷൻ ഇതിന് കുട്ടികൾക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം പിള്ളേരെല്ലാം പേടിച്ചിരിക്കും. അത് മാത്രമല്ല, അവരുടെ വീട്ടിൽ അവരുടെ രക്ഷിതാക്കൾ, ചില ആൾക്കാർക്ക് മനസ്സിലാവും. ഇപ്പോൾ ന്യൂസ് കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ ഒരുവിധം അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ കാണും. അവർക്ക് സംഭവം മനസ്സിലാവും, ഇതുകൊണ്ടാണ് കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞത് എന്ന് മനസ്സിലാവും. പക്ഷേ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ട്. നീ പഠിക്കാഞ്ഞിട്ടാണ് നിനക്ക് മാർക്ക് കുറഞ്ഞത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന കുറേ ടീംസ് ഉണ്ട്. നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് മുന്നിൽ കുട്ടികളെ ഇരയായിട്ട് ഇട്ട് കൊടുക്കാതിരിക്കാൻ നമ്മുടെ ഗവൺമെൻറ് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, നിങ്ങൾ ഈ ഒരു കാര്യത്തിലെങ്കിലും പ്രോപ്പറായിട്ട് കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഗവൺമെൻറ് ഇത് കാണാതെ പോവല്ല്, വിദ്യാഭ്യാസ വകുപ്പ് ഇത് കാണാതെ പോവല്ല്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രി നിങ്ങളിത് കാണാതെ പോവല്ല്.
ഇത്രയും കുട്ടികളും രക്ഷിതാക്കളും അതുപോലെ തന്നെ ഇത്രയും ന്യൂസ് ചാനലും ഒക്കെ ഇത് ഏറ്റെടുത്ത് വലിയൊരു സംഭവമായിട്ട് കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങളിത് കണ്ടില്ല എന്ന് നടിക്കുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. സോ അതുകൊണ്ട് നിങ്ങളുടെ ഇൻ്റർനാഷണൽ ലെവൽ ആ ഒരു സിസ്റ്റവും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷനൊക്കെ നിങ്ങൾ ഉയർത്താനുള്ള പരിപാടികളൊക്കെ ഓക്കെ നല്ലതാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ അതിന് മുൻകൂട്ടി കുട്ടികൾക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ താഴെ തട്ടിൽ നിന്നും അതിൻ്റെ ഒരു കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു മോഡൽ എക്സാം കൊടുത്ത് ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടതായിരുന്നു. സോ എന്തായാലും ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു സംഭവം കൂടുതലായിട്ട് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുട്ടികൾ ഈ ഒരു റിസൾട്ട് വരുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഫ്യൂച്ചറിലുള്ള നിങ്ങൾ ഈ ഒരു കുട്ടികളുടെ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ഉടനെ ചെയ്യുക. എന്തായാലും എക്സാം ഒന്നും റദ്ദാക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിന് എന്താ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് ഞാൻ ന്യൂസിലൊക്കെ കേട്ടു. ജസ്റ്റിസ് ഫോർ +2 സ്റ്റുഡൻസ്. സോ അവർക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കുക, നാളെ വളർന്നു വരുന്ന നമ്മുടെ പിള്ളേരാണ്, അവർ തന്നെയാണ് നിങ്ങൾക്ക് ഇലക്ഷന് വോട്ട് ചെയ്യേണ്ടത് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ. അപ്പം പിള്ളേർ നല്ലപോലെ പാര വെക്കും. സോ അതുകൊണ്ട് പണ്ടത്തെ പിള്ളേരൊന്നുമല്ല, കൊടിയുടെ നിറം നോക്കി അല്ലെങ്കിൽ ഈ പാർട്ടി ഒന്നും കളിച്ച് കിടക്കുന്ന ടീമുകളൊക്കെ വളരെ കുറവാണ് ഇന്ന്. സ്വന്തം ഫ്യൂച്ചർ നോക്കി പോകുന്ന പിള്ളേരാണ്. അപ്പോൾ അവർക്കിട്ട് നിങ്ങൾ പാര വെച്ച് കഴിഞ്ഞാൽ അത് നേരിട്ട് പിള്ളേർ പാര വെക്കും. ഇത്ര എനിക്ക് പറയാനുള്ളൂ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണോട് ഒന്ന് പ്രസ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടത്തുള്ളൂ. എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.